അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിഡ്സ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ചെറുതായിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ടൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. വെൽക്കം ടു മൈ വ്ളോഗ്സ് ഫോർ മൈ ചങ്ക്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തുടങ്ങുവാണ്. ഇതൊരു കിഡ്സ് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്യുക. അപ്പോൾ ഗൈസ്, പിന്നെ അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രണ്ട്സ്, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ലാസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം കൂടെ നല്ല രീതിയിൽ ചിക്കന് പിടിക്കത്തക്ക വിധം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ആ മസാലയെല്ലാം നല്ല രീതിയിൽ ചിക്കനിൽ പിടിക്കാനായിട്ട് നമ്മളിതൊരു 1/2 മണിക്കൂറത്തേക്ക് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിഡ്സ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാണ്. ഇതിനു വേണ്ടി നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളൊരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഓരോന്നോരോന്നായിട്ട് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ച് വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു 3 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് അത് ഫ്രൈ ചെയ്ത ശേഷം ഈ ചിക്കൻ പീസ് നമ്മൾ തിരിച്ചിടാൻ പോവുകയാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിഡ്സ് ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. ഇത് തീരെ സ്പൈസി അല്ലാത്ത ചിക്കൻ ഫ്രൈയുടെ ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ മോളുടെ ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിഡ്സിന് വേണ്ടിയുള്ള ചിക്കൻ ഫ്രൈ ഇത് റെഡി ആയിരിക്കുകയാണ്. ഇത് അധികം സ്പൈസി അല്ലാത്ത കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.